ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4. ഏതൊക്കെയാണെന്ന് നോക്കാം. നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം. 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നീലേശ്വരവും പെരുമ്പടപ്പും വൈക്കവും. അപ്പോൾ നീലേശ്വരം, പെരുമ്പടപ്പ്, വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത്. 2022-2023 വർഷത്തെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നീലേശ്വരവും പെരുമ്പടപ്പും വൈക്കവും. അടുത്ത ചോദ്യം നോക്കാം. എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന നോവൽ ആരുടെ കൃതിയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എസ് കെ വസന്തൻ. എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന നോവൽ എസ് കെ വസന്തൻ്റെ കൃതിയാണ്. എസ് കെ വസന്തൻ്റെ കൃതിയാണ് എൻ്റെ ഗ്രാമം എൻ്റെ ജനത എന്ന നോവൽ. അടുത്ത ചോദ്യം. 2023-2024 സീസണിലെ കേരള പ്രീമിയർ ലീഗ് ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരള യുണൈറ്റഡ്. 2023-2024 സീസണിലെ കേരള പ്രീമിയർ ലീഗ് ജേതാക്കൾ കേരള യുണൈറ്റഡ് ആണ്. കേരള യുണൈറ്റഡ് ആണ് 2023-2024 സീസണിലെ കേരള പ്രീമിയർ ലീഗ് ജേതാക്കൾ. അടുത്ത ചോദ്യം നോക്കാം. 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാനാണ് 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയത്. 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയത് ഷാറൂഖ് ഖാനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2024 ഫെബ്രുവരി 17 ISRO വിക്ഷേപിച്ച കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരി 17 ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS എന്നത് 2024 ഫെബ്രുവരി 17 ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 ഫെബ്രുവരി 17 ISRO വിക്ഷേപിച്ച കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 ലോക്സഭ പാസാക്കിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 2023 ഡിസംബർ 20. 2023 ഡിസംബർ 20 ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 ലോക്സഭ പാസാക്കിയത്. ഭാരതീയ ന്യായ സംഹിത ബിൽ 2023 ലോക്സഭ പാസാക്കിയത് 2023 ഡിസംബർ 20. അടുത്ത ചോദ്യം നോക്കാം. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നേടിയ കർപ്പൂരി ഠാക്കൂർ ഏതു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ബീഹാർ. ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നേടിയ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നേടിയ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കെ ലിഫ്റ്റ്. കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കെ ലിഫ്റ്റ്. അപ്പോൾ കെ ലിഫ്റ്റ് എന്ന പദ്ധതി നടപ്പിലാക്കിയത് കേരള സർക്കാരാണ്.
കുടുംബശ്രീ അംഗങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കേരള സർക്കാർ കെ ലിഫ്റ്റ് എന്ന പദ്ധതി നടപ്പിലാക്കിയത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ് 111. 2023 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അപ്പോൾ 111 2023 ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരള മ്യൂസിയം വകുപ്പ് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ണൂർ. കേരള മ്യൂസിയം വകുപ്പ് മന്ത്രിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തെയാണ്. കേരള മ്യൂസിയം വകുപ്പ് മന്ത്രിയെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. ഉത്തരം ഓപ്ഷൻ ബി ആണ് കാസർഗോഡ്. കാസർഗോഡായിരുന്നു 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുമായി നടത്തുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി 16? ഉത്തരം ഓപ്ഷൻ സി ആണ് ശ്രീലങ്ക മാലിദ്വീപ്. ഇന്ത്യ ശ്രീലങ്കയും മാലിദ്വീപുമായി നടത്തുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി 16. അപ്പോൾ ദോസ്തി 16 എന്നത് ഇന്ത്യ ശ്രീലങ്കയും മാലിദ്വീപുമായി നടത്തുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ്. ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുമായി നടത്തുന്ന ത്രിരാഷ്ട്ര നാവികാഭ്യാസമാണ് ദോസ്തി 16. അടുത്ത ചോദ്യം നോക്കാം. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് മോഹൻ യാദവ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി അടുത്തിടെ ചുമതലയേറ്റത് മോഹൻ യാദവാണ്. മോഹൻ യാദവാണ് അടുത്തിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. അടുത്തിടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് മോഹൻ യാദവ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യത്തിൻ്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് രാജ്യത്തിൻ്റെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആരുടെ പേരിലാണ് നാമധേയം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ സി ആണ് BR അംബേദ്കർ. നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് BR അംബേദ്കറുടെ പേരിലാണ് നാമധേയം ചെയ്തത്. BR അംബേദ്കറുടെ പേരിലാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് നാമധേയം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് US. ഇന്ത്യ US നിന്നാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്. ഇന്ത്യ US നിന്നുമാണ് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത്. അപ്പോൾ MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ US നിന്നാണ് വാങ്ങുന്നത്. അടുത്ത ചോദ്യം. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിൻ്റെ പുതിയ പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ് ജെമിനി. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിൻ്റെ പുതിയ പേര് ജെമിനി എന്നാണ്. അപ്പോൾ ജെമിനി എന്നാണ് ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാർഡിൻ്റെ പുതിയ പേര്. അടുത്ത ചോദ്യം നോക്കാം. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒഡീഷ. ഒഡീഷയുടെ ടാബ്ലോയാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ സംസ്ഥാനത്തിൻ്റേതാണ്. അപ്പോൾ ഒഡീഷയുടെ ടാബ്ലോയാണ് 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം.
കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക്? ഉത്തരം ഓപ്ഷൻ സി ആണ് പാലക്കാട്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് പാലക്കാടാണ്. അപ്പോൾ പാലക്കാടാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.